ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ നൈട്രോ മിനി ഗാരേജ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് MJX എന്ന് പറയുന്ന ഫേമസ് RC കാർ ബ്രാൻഡിന്റെ 1:12 സ്കെയിൽ മോഡലിൽ വരുന്ന ഒരു കിടിലൻ കലക്കൻ ക്രോളർ RC ജീപ്പാണ്. ഇത് വെച്ച് ഞാൻ കുറെ ക്രോളൊക്കെ ചെയ്ത് നോക്കിയത്. നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. പെർഫോമൻസിന്റെ കാര്യം നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ നല്ല പക്ക ഒരു ഓഫ് റോഡ് ജീപ്പിന്റെ ഫീലും ലുക്കും ആണ് ഇതിന് വന്നേക്കുന്നത്. റിയലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ റിയലിസ്റ്റിക് ആണ് ഈ വണ്ടി. പിന്നെ ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളിലും ഒക്കെ നോക്കാൻ നേരത്ത് അലൂമിനിയം മെറ്റൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തരുന്ന ഒരു അടിപ്പം വണ്ടിയാണിത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്പെയർ വീല് അവര് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ രണ്ട് ലോക്കുകൾ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബോണറ്റ് തുറക്കാൻ പറ്റും. കണ്ട, അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ മോട്ടർ കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് വരുന്നത് നമ്മുടെ MJXന്റെ ബ്രോങ്കോയിൽ വരുന്ന സെയിം മോട്ടർ തന്നെയാണ്. 20 kg സെർവോ മോട്ടറാണ് വരുന്നത്. അത്യാവശ്യം നല്ല കിടിലൻ പവർഫുൾ മോട്ടറാണ്. ഇത് വെച്ച് ക്രോൾ ചെയ്യാനൊക്കെ നമ്മൾ ഭയങ്കര അഡിക്റ്റീവ് ആയിപ്പോയി ഇതിന്റെ, അതായത് ക്രോൾ ചെയ്ത് ഇങ്ങനെ ഓടിച്ച് അത്രക്ക്, അതായത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളായാലും ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല സുഖമായിട്ട് സ്മൂത്ത് ആയിട്ടായും കയറിപ്പോകും. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓൺ ആക്കാനും ഓഫ് ആക്കാനും മറ്റേ പിന്നു പോലത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഇവിടെ ഒരു ഇതുണ്ട്, മാഗ്നറ്റിക് ലോക്കാണ്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. എനിക്ക് തോന്നാൻ മറ്റേ ആ പിൻ സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു സിസ്റ്റമാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. മറ്റേത് പിന്നുകളൊക്കെ ഇങ്ങനെ ഊരി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിന്റെ മോട്ടർ, 20 kg സെർവോ മോട്ടർ വരുന്നത്. പിന്നെ ഇവിടെ അതിന്റെ ബാക്കി എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതാണ് കണക്ട് ചെയ്യാനുള്ള സംഭവം. ഇത് കണക്ട് ചെയ്താലാണ് വണ്ടി നമുക്ക് ഓൺ ആക്കാൻ പറ്റുക. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ വണ്ടി ഓണായി മോട്ടറൊക്കെ കിടന്ന് കറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളോടൊക്കെ വരാൻ നേരം നല്ല സ്പ്രിംഗ് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. ക്രോളിംഗ് പർപ്പസിന് ബെസ്റ്റ് ഐറ്റം തന്നെയാണ് ഇത്. നിങ്ങളൊരു ക്രോളറാണ് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ മുതലാണിത്. പിന്നെ നമുക്കിപ്പോൾ റോക്ക് ടെറൈൻസ്, മഡ്, അതൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല. പിന്നെ ഈ ഒരു വണ്ടി വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് വെള്ളത്തിൽ കൂടെ റിവർ ക്രോസിംഗ് സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഇതിന്റെ അടക്കാനായിട്ട് സിമ്പിൾ. എന്നിട്ട് ഈ ബോണറ്റിന്റെ ഇത് നോക്കി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന്റെ വീലും കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ നേരത്തെ റബ്ബർ വീൽസ് ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീൽസ് ആണ്. പിന്നെ ഇതിന്റെ പവറും കാര്യങ്ങളിലോട്ട് വരാൻ നേരത്ത് നിങ്ങളൊരു സ്പീഡ് പെർഫോമൻസ് RC ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു മുതലല്ല ഇത്. ഇത് മെയിൻ പർപ്പസ് ട്രോളിംഗ് ആണെങ്കിൽ ധൈര്യം എടുത്തോ, ഒന്നും നോക്കണ്ട. എനിക്ക് ഈ ഡ്രിഫ്റ്റ് RCകളെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഇതേപോലത്തെ ഉള്ള ക്രോളർ മോഡലുകളാണ്. ഡ്രിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഫൺ ഇതായിരിക്കും. അതായത് ഈ ഓഫ് റോഡൊക്കെ ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നത്. പിന്നെ കാണാനും ഭയങ്കര ഭംഗിയാണ് ഇത് ഇങ്ങനെ ക്രോളൊക്കെ ചെയ്തൊക്കെ പോകാനായിട്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ല റേഞ്ചും അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട്. പ്ലേ ടൈം അറൗണ്ട് ഒരു 40-45 മിനിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനത് ഫുൾ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ റിമോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ നേരത്ത് ഇതാണ് ഇതിന്റെ റിമോട്ട്. ഇതിന്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിയർ ട്രിം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ അകത്തൊരു ഓട്ടോമാറ്റിക് മോഡ് ഉണ്ട്. നമുക്കതൊന്ന് പയ്യെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ പയ്യെ ഇങ്ങനെ മൂവ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റീൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ക്രോൾ ചെയ്യണതിന്റെയൊക്കെ വൺ ഹാൻഡില് ഫോണും പിടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നൈസായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ കുറച്ച് റീൽസ് എടുത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇതിന് മുന്നേ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ MJXന്റെ ജീപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.